ചുരുങ്ങിയ ദിവസം കൊണ്ട് നീ അത് തെളിയിച്ചു. കൊച്ചു കള്ളൻ അല്ല, വലിയ കള്ളൻ. എല്ലാം വല്യേട്ടന്റെ അനുഗ്രഹം. ആദ്യം ഞാൻ കരുത് ഇയാള് നമ്മളോടൊപ്പം ഉറച്ചു നിൽക്കൂലെന്നാ. അല്ല, ഇത്രയൊക്കെ എക്സ്പെർട്ട് ആവാൻ പറ്റുന്ന ഞാനും കരുതിയില്ല. കട്ട് കുറ്റബോധം തോന്നുമ്പോ രാവിലെ പത്രം എടുത്തൊന്ന് നോക്കും. ഈ രാഷ്ട്രീയക്കാരുടെ കുംഭകോണൊക്കെ കാണുമ്പോ മനസ്സൊന്ന് തണുക്കും. അല്ല വല്യേട്ടാ, കുറെ കാലമായി ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. ഇത്രയും വരുമാനമൊക്കെ ഉണ്ടായിട്ടും നിങ്ങളെ പോലത്തെ ആളുകൾ എന്താ ഇത്ര വൃത്തികെട്ട സ്ഥലത്ത് താമസിക്കുന്നത്? അതെ, 1.5 കോടി കൊടുത്തു വാങ്ങിയ ഒരു പുതിയ വീടായത്. ഇടിച്ച് പൊളിച്ച് കാശ് മുടക്കി ഈ സെറ്റപ്പിലാക്കി എടുത്തതാണ് നമ്മൾ. ഇടാ, പൂർവികന്മാരെ മറന്ന് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന് ജോസ് പ്രകാശ്, TG രവി, KP ഉമ്മർ, അവരൊക്കെ ഇത്തരം കൂറ സെറ്റപ്പുകളിൽ നിന്നാ പലതും നേടിയിട്ടുള്ളത്. എന്തിന്? ചില ആക്ഷൻ സിനിമകളുടെ സീനുകളൊക്കെ നീ കണ്ടിട്ടുണ്ട്. പലരെയും ചോദ്യം ചെയ്യുന്നത് ഇമാര് ഒരു കൂറ ലൈറ്റിന്റെ അടിയിൽ കുനിച്ചു നിർത്തി ഇടിച്ചാ ചോദ്യം ചെയ്യുന്നത്. ഒരാവശ്യമല്ല. ഇപ്പൊ തന്നെ ഈ ലൈറ്റ് വർക്കിംഗ് കണ്ടീഷൻ അല്ല, പക്ഷെ ഇത് ഉണ്ടെങ്കിൽ കൊള്ള സംഘത്തിന് ഒരു ആത്മധൈര്യമാണ്. പഴയതിലോട്ട് പോയി ഇടയ്ക്കിടയ്ക്ക് വരും. നിന്റെ ഈ വെളുത്തു തുടുത്ത ശരീരത്തിനുള്ളിൽ നല്ലൊരു കറുത്ത കള്ളനുണ്ട്. പക്ഷെ ഒരു കള്ളന്റെ യഥാർത്ഥ കഴിവുകൾ പ്രകടമാകുന്നത് പോക്കറ്റ് അടിക്കുമ്പോഴോ ചെറ്റപൊക്കി മോഷ്ടിക്കുമ്പോഴോ അല്ല, വലിയ വലിയ സ്ഥാപനങ്ങളിൽ നമ്മൾ പോയി മോഷ്ടിക്കുമ്പോഴാണ്. മനസ്സിലായില്ല. ഇവിടെ എടപ്പള്ളിയിലെ സദേൺ ജുവലറിയിൽ ഡയമണ്ട്സിന്റെ പുതിയ പുതിയ കളക്ഷനുകൾ വന്നിട്ടുണ്ട്. അവിടെ കക്കാൻ കയറി നിന്റെ കഴിവ് ഒന്നുകൂടി നീ തെളിയിക്കണം. പക്ഷേ സദേൺ ജ്വല്ലറി കയറി മോഷ്ടിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. ഭയങ്കര സെക്യൂരിറ്റിയാണ്. 10-12 ക്യാമറ ഇരിപ്പുണ്ട് അവിടെ. ഒരു ഈച്ച കയറി അപ്പറിയൂ. ഈ ക്യാമറ കണ്ടുപിടിച്ചവനെ കൈ കിട്ടിയിരുന്നെങ്കിൽ കരണക്കുട്ടി അടിച്ച് പൊളിച്ചനെ. ഇപ്പൊ അതിന് സമയമില്ല. എങ്ങനെ ജ്വല്ലറി കയറാം അതാലോചിക്ക്. നീ ഇലക്ട്രോണിക്സിൽ എക്സ്പെർട്ട് അല്ലേ? പിന്നെ എങ്ങനെയെങ്കിലും അവിടുത്തെ കമ്പ്യൂട്ടറിൽ വൈറസ് ഒന്ന് കയറ്റി തരാൻ പറ്റുമോ? വൈറസ് കയറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. എങ്കിലും അസൈൻമെന്റ് ഞാനും ഏറ്റു. അപ്പൊ നാളത്തെ രാത്രി നമ്മുടെ രാത്രി